തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം. ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ കറവപ്പശുക്കളാക്കുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ടി സിദ്ദീഖ് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമാണെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി. 2023-24 പദ്ധതി ചെലവ് 71.46% മാത്രമാണ് കണക്ക് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ഓരോ വർഷം കഴിയുമ്പോഴും 27 കോടി രൂപയുടെ കുറവുണ്ടാകുന്നു. ട്രഷറിയിൽ പണമിടപാട് നിർത്തിവച്ചതിന്റെ പിറ്റേ ദിവസം പണം അനുവദിച്ചു. പിന്നെ എങ്ങനെയാണ് പണം അനുവദിക്കാൻ കഴിയുക? നിങ്ങൾക്ക് പാല് തന്നത് കടിക്കുകയല്ല, പാല് തന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന അതീവ ഗൗരവതരമായ സാഹചര്യമാണ് സാർ. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരവും ഖേദകരവുമാണ്. കണക്ക് വച്ചുള്ള കള്ളത്തരമാണ് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇക്കഴിഞ്ഞ 6-ാം തീയതി വികേന്ദ്രീകൃത ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. നിങ്ങൾ ആളുകളെ കളിപ്പിക്കുന്ന പോലെ, ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തരമാണ്. നിങ്ങളുടെ 56,700 കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്തെടുത്തിട്ടില്ല. ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടുകയാണ് സർക്കാർ. 24 തിരുവനന്തപുരം.